ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടയിടാത്ത ഒരു പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: 1 സ്പൂൺ ഉപ്പ്, 2 സ്പൂൺ പഞ്ചസാര, ഒരു ചെറിയൊരു 1/4 സ്പൂൺ, അത്ര മതി, ചെറുതായിട്ടൊരു 1/4 സ്പൂൺ, വളരെ ചെറിയ സ്പൂണാണ്. അതിൽ 1/4 സ്പൂണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബേക്കിംഗ് സോഡ. 1/2 കിലോ മൈദയാണ് ഞാനിന്ന് പൊറോട്ട ഉണ്ടാക്കാനായി ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൽ വേണ്ട സാധനങ്ങളാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഏകദേശം 200 മില്ലി പാലെങ്കിലും നമ്മളിതിൽ ഒഴിക്കണം. കാരണം നമ്മൾ മുട്ട ചേർക്കാത്തതല്ലേ. അപ്പം നല്ലൊരു മയത്തിന് വേണ്ടിയിട്ടാണ് പാല് ചേർത്ത് ഇത് കുഴയ്ക്കുന്നത്. ബാക്കി നമ്മൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർക്കാം. അത്ര വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ഇനി ബാക്കി വെള്ളം ചേർത്ത് കുഴയ്ക്കാം. ഞാൻ ഒരു ഗ്ലാസ്സിലാണ് പാലെടുത്ത് വെച്ചിരിക്കുന്നത്. ഏകദേശം 200 മില്ലി എടുത്തിട്ടുണ്ടാവും. ഒരു 2 സ്പൂൺ, ചെറിയൊരു മീഡിയം സ്പൂണിൽ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം ഒരു 4 സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് കുഴയ്ക്കും. നമ്മുടെ മാവ് ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഏകദേശം ഒരു 10 മിനിറ്റോളം ഈ മാവ് കുഴച്ചിട്ടുണ്ട്. എത്ര നമ്മൾ കുഴക്കണോ അത്രയും പൊറോട്ട സ്മൂത്ത് ആവും. ഒരു 2-3 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തു. നമ്മളിത് ഇതിൻ്റെ മീതെ ഒരു നനഞ്ഞ തുണി വയ്ക്കുക. ഒരു 3/4 മണിക്കൂർ അടച്ചു വയ്ക്കുക. അതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് ഈ മാവെടുത്ത് ഓരോ ഉരുളകളാക്കി വെക്കണം. നമ്മുടെ എല്ലാ ബോൾസും റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ കനമില്ലാണ്ട് പരത്തിയെടുത്ത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. എല്ലാം ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഓരോന്നായി ഉണ്ടാക്കിയെടുക്കാം. ആക്കി കൊടുക്കാം. നമ്മുടെ പൊറോട്ട നല്ല സ്മൂത്തായ പൊറോട്ടയാണ്. ഇതെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.